ഈ വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. അതായത് ഇതിന് മുമ്പുള്ള വീഡിയോ ട്രംപ് എമർജൻസി മീറ്റിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എടുത്ത വിഷയങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ട്രംപ് എമർജൻസി മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തു വന്നതിന് ശേഷം 19-ാം തീയതി രാവിലെ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പം അതായത് ശരിക്കും നമ്മൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഇറാൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ഡീവിയേഷൻ, ആ ഡീവിയേഷനിൽ അബ്ബാസ് അറക്ചിയും അതുപോലെ മസൂദ് പെസസ്കിയാനും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. സൈഡ് ലൈൻ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല. അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൽ കടന്നു പോകുന്ന കപ്പലുകൾക്ക് കൊടുക്കുന്ന മെസ്സേജിൽ വരെ ഇവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അതായത് സ്റ്റുപ്പിഡുകൾ പലതരത്തിലുള്ള പെർമിഷൻസും കൊടുക്കാറുണ്ട്. അതൊന്നും ഇറാന്റെ തീരുമാനങ്ങളല്ല. ഇറാന്റെ തീരുമാനങ്ങൾ മുജ്തബ ഖൊമനേയിയുടെ സൈഡിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ കപ്പലിലുള്ള ക്യാപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമല്ലോ, അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട്, അതെല്ലാം റെക്കോർഡഡ് ആണ്. ഇന്നലെ തന്നെ ഇന്ത്യയുടെ കപ്പൽ കടന്നു വരുമ്പോൾ കൃത്യമായിട്ട് ഇന്ത്യയുടെ കപ്പലിലെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ പെർമിഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. നിങ്ങളുടെ പെർമിഷൻ ലിസ്റ്റിൽ രണ്ടാമത്തെ നെയിം ഞങ്ങളുടെ കപ്പലുടേതാണ്, അത് നിങ്ങൾ പരിശോധിക്കൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇറാന്റെ സൈഡിൽ നിന്നും, അതായത് IRGCയുടെ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അതിലുപരി അവര് വെടിവെക്കാനും തുടങ്ങുകയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ കപ്പലിൽ നിന്നുള്ള ക്യാപ്റ്റൻ പറയുകയാണ്, ഞങ്ങൾ എന്നാൽ മടങ്ങിപ്പോവാം, ഞങ്ങൾ തിരികെ പോവാന്നാണ് പറഞ്ഞത്. അങ്ങനെ തിരികെ പോവുകയാണ് ചെയ്തത്. സോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ് ഇന്ത്യയുടെ കപ്പലുകൾ. ഒരേ ഒരു കപ്പൽ മാത്രമാണ് ഇന്ത്യയുടേത് ഇന്നലെ പാസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. IRGCയിൽപ്പെട്ട ആൾക്കാർ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയെ അപമാനിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട്. ഈ പണത്തിന്റെ വരവ് അവിടെ തമ്മിലടി തുടങ്ങിയിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ. കുറെ പൈസ ഇവർ ഈ കപ്പലുകളുടെ പെർമിഷൻ ത്രൂ ഇവർ പിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണ വിറ്റുള്ള പൈസകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഇതുവരെ കിട്ടിയ പൈസകളുടെ ആർത്തി മൂത്തിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. കസേരകളി ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സിംഗിൾ ലീഡർഷിപ്പ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കൃത്യമായ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ആ നെഗോസിയേഷൻ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ഇനി പാകിസ്ഥാന്റെ ഒരു ഇരട്ടത്താപ്പും കൂടെ ഇവിടെ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇറാന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ സൈഡ് തീരെ വീക്കൻ ആവുകയാണ്. ഇതില് ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ഇസ്മായിൽ ബാഗേരിക്ക് വരെ കസേരയിൽ താല്പര്യമുണ്ട്. ഇപ്പം ഗാലിബാഫ് ഒരു സൈഡിൽ, അതുപോലെ തന്നെ മറ്റു രണ്ട് നേതാക്കളുടെ പേരും കൂടി വരുന്നുണ്ട്. ഇപ്പം ഒന്ന് വഹീദി എന്ന് പറഞ്ഞൊരു IRGC കമാൻഡർ, പിന്നെ ഒരു വ്യക്തി മൊഹസിൻ റസായി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഈ മൊഹസിൻ റസായി മുജ്തബ ഖൊമനേയിയുടെ പേഴ്സണൽ അഡ്വൈസറാണ്. അപ്പം ഇയാളുടെ പേരും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിരവധി പേരുണ്ട്. അത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളാണ് ഇറാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇറാൻ വിജയം, ഇറാന്റെ ആഘോഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇറാന്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡീവിയേഷൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ പറയുകയാണ്, നിങ്ങളുടെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അതിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഫുള്ളി ഓപ്പൺ ആണെന്നാണല്ലോ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾക്ക് കടന്നു പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി വന്നിരിക്കുന്നത് സം ഇഡിയറ്റ്സ് ആർ ട്വിറ്ററിലൂടെ സം ഇഡിയറ്റ്സ് മെസ്സേജ് പാസ് ചെയ്തത് കൊണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് തുറക്കില്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി. Strait of Hormuz is still closed. We will open it by the order of our leader Imam Khamenei, not by the tweets of some idiots. If you want to pass through the strait, you must ask permission from Iranian Sepah Navy. All vessels that have a connection with our enemies will be targeted if they try to pass the Strait of Hormuz out. ഇപ്പം യൂറോപ്പ് മീറ്റിംഗ് കൂടിയിട്ട് 2 ദിവസമായി. ഇതുവരെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും അവർ നടത്തിയിട്ടില്ല, മിണ്ടുന്നില്ല. ഓക്കെ, അത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഗാലിബാഫ് പാകിസ്ഥാനിൽ വെച്ചിട്ട് JD വാൻസിനെ ഫേസ് ടു ഫേസ്, ഓപ്പോസിറ്റ് സൈഡിൽ JD വാൻസ് ഇരിക്കുമ്പോൾ ആ ചർച്ചക്കിടയിൽ ഒരു മൊമെന്റിൽ ഒരു സൈഡിൽ അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഇരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഇറാന്റെ ഡെലിഗേറ്റ്സ് ഇരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ മിഡിൽ പൊസിഷനിൽ പാകിസ്ഥാനുണ്ട്. അപ്പം അങ്ങനെ JD വാൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൃത്യമായിട്ട് ഗാലിബാഫ് ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായതായിട്ടും
അപ്പോൾ ഗാലിബാഫ് നേരിട്ട് തന്നെ JD വാൻസിൻ്റെ അടുത്ത് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ല, അപ്പോൾ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കൂ, നിങ്ങളുടെ ട്രസ്റ്റ് തെളിയിക്കൂ, അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് ചർച്ച എന്നുള്ള രീതിയിൽ നേരിട്ട് അവിടെ വെച്ചിട്ട് JD വാൻസിൻ്റെ മുഖത്ത് നോക്കി തന്നെ ഈ ചോദ്യം ചോദിച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഗാലിബാഫ് വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ ഗാലിബാഫിന്റെ തീരുമാനത്തിൽ നടക്കുന്നതായിട്ട് ഗാലിബാഫ് വരുത്തി തീർക്കുന്നുണ്ട്. ഈ ഗാലിബാഫിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അയാൾ നിലവിൽ ഒഫീഷ്യലി അവിടുത്തെ പാർലമെന്റ് സ്പീക്കറാണ്. ഈ പാർലമെന്റ് സ്പീക്കറാണ് ഇപ്പം നിലവിലുള്ള ഹൈറാർക്കി വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ടോപ്പ് പൊസിഷൻ. അപ്പോൾ ആ പൊസിഷന്റെ പ്രിവിലേജ് ആണ് പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഗാലിബാഫിനെ അവിടെ IRGCയിൽപ്പെട്ട മെമ്പേഴ്സും അതേപോലെ പൊളിറ്റിക്കൽ വിങ്ങിൽപ്പെട്ട ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഗാലിബാഫും ഈ ക്ലാഷിൽ ഉൾപ്പെടുന്നു. ഗാലിബാഫ് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ മൊത്തം ഗാലിബാഫിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. അപ്പൊ അതിൽ ഇറാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ പോയിന്റുകൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അമേരിക്ക വാ കൊണ്ട് ജസ്റ്റ് ഞങ്ങൾ വിജയിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ തറപറ്റിച്ചു, ഇറാന്റെ നേവൽ ഫ്ലീറ്റുകൾ ഒന്നും തന്നെ ഇപ്പം ബാക്കിയില്ല, ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, ദേ ആർ ഹെൽപ്ലെസ്, അങ്ങനെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയാം. പക്ഷേ അത് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ്. യാഥാർത്ഥ്യം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ള തരത്തിൽ ഗാലിബാഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, പാകിസ്ഥാനിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമേരിക്ക 2 ഡിസ്ട്രോയർ ഫ്ലീറ്റുകളെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഇറക്കി വിടുകയും മൈനുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ 10 മിനിറ്റ്സിൽ ഞാൻ എൻ്റെ ടീം അംഗങ്ങളെ വിളിച്ച് സംസാരിച്ചു. അതിനെതിരെ താക്കീത് വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയുടെ അടുത്ത് ഈ പ്രവൃത്തി ശരിയല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അമേരിക്ക ഞങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്, അതായത് ഞങ്ങൾ എന്തായാലും ആ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലേക്ക് ഇറങ്ങിപ്പോയി, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അതിൽ പാസ് ചെയ്തങ്ങ് പൊക്കിളയാം, ഇനിയിപ്പോൾ ഇത് ഒരു അഗ്രസീവായിട്ടുള്ള തീരുമാനമായിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒരു നോർമൽ പ്രോസസ് ആയിട്ട് കരുതിയാൽ മതി, എന്തായാലും നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയില്ലേ എന്നുള്ള റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ വെറുതെ കടത്തി വിട്ടതാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഇതിലേക്ക് ഞാൻ അവസാനം വരാം. ട്രംപിന് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്, ആ തിരിച്ചറിവിലേക്ക് നമ്മൾ വരാം. എന്നിട്ട് ഗാലിബാഫ് കൂട്ടിച്ചേർക്കുന്നത് 150ഓളം അമേരിക്കൻ ഡ്രോണുകളെ ഞങ്ങൾ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്, ഈവൻ അവരുടെ F-35 വരെ ഞങ്ങൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ പവർ അതുപോലെ ഞങ്ങളുടെ എബിലിറ്റിയെ കുറിച്ച് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പാകിസ്ഥാൻ ത്രൂ അമേരിക്ക ഞങ്ങളുടെ കാല് പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നത്, ഞങ്ങൾ നെഗോസിയേഷനിലേക്ക് തയ്യാറായത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ് ഗാലിബാഫിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആ ഒരു വേർഡ്, പാകിസ്ഥാൻ ത്രൂ അമേരിക്ക കാല് പിടിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. നേരെ മറിച്ച് അമേരിക്ക പറയുന്നത് എന്താണ്, പാകിസ്ഥാൻ ത്രൂ ഇറാൻ കാല് പിടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ഈ കാല് പിടിച്ചു എന്നുള്ള ആ ഒരു ടേം കൃത്യമായിട്ട് യൂസ് ചെയ്തത് ഈ മീഡിയേറ്റേഴ്സ് ആണോ എന്നുള്ളതാണ് ഇപ്പൊ ഇവിടുത്തെ ചോദ്യം. അതായത് ഇപ്പം നിരവധി മാധ്യമങ്ങൾ അസീം മുനീറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ മീഡിയേറ്റേഴ്സ് കൃത്യമായിട്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അതായത് അമേരിക്കയുടെ അടുത്ത് ഇറാൻ നെഗോസിയേഷൻ അല്ലെങ്കിൽ സീസ് ഫയർ ചോദിക്കുന്നു എന്നുള്ള തരത്തിൽ ഇറാൻ കാല് പിടിക്കുന്നതായിട്ട് അമേരിക്കയെ ധരിപ്പിച്ചിട്ട്, അതേപോലെ തന്നെ ഇറാന്റെ അടുത്ത് നേരെ മറിച്ച് അമേരിക്ക കാല് പിടിക്കുന്നതായിട്ടുള്ള മെസ്സേജ് അങ്ങോട്ട് കൺവേ ചെയ്തത് കൊണ്ടാണ് ഈ ചർച്ച നടന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പം വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു ഇരട്ടത്താപ്പ് കാണിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. എങ്ങനെയെങ്കിലും നെഗോസിയേഷൻ നടത്തി പാകിസ്ഥാനിന് അവർക്ക് കുറച്ച് പേര് സമ്പാദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജെന്യൂൻ ആയിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാതെ ഇവർ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് രണ്ടുപേരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ നെഗോസിയേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ. പാകിസ്ഥാനെ അപ്രിഷിയേറ്റ് ചെയ്ത് ട്രംപ് തന്നെ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗാലിബാഫ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ കാല് പിടിച്ച് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചർച്ചയിലേക്ക് വിളിച്ച അവർ ഞങ്ങൾ ചർച്ചയ്ക്ക് ഓക്കെ പറഞ്ഞതിനെ തുടർന്ന് അവർ രാജാവാണ്, ഞങ്ങൾ വിജയിച്ചു എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നത് എന്ന് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് ഗാലിബാഫിന്റെ നറേഷൻ. ഇപ്പോഴാണ് ട്രംപ് ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ട്വീറ്റ് ഇടുകയാണ്. ആ ട്വീറ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിന്റെ പ്രത്യേകതയും നെതന്യാഹുവിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് ഒരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കുകയാണ്. നെതന്യാഹുവും ട്രംപും തമ്മിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ഇച്ചിരി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആക്രമണത്തിന്റെ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാനും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നെതന്യാഹു അത് കേട്ടില്ല. അവിടെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അമേരിക്ക പറയുന്നെങ്കിൽ ഞങ്ങൾ നിർത്താം എന്ന് പറഞ്ഞിട്ട് ആക്രമണങ്ങളൊക്കെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. പക്ഷേ
പൂർണ്ണ സമ്മതത്തോടു കൂടി അല്ല നെതന്യാഹു യുദ്ധം അവസാനിപ്പിച്ചത്. ഏത് ഇറാന്റെ യുദ്ധമായിക്കോട്ടെ, ഇപ്പോഴത്തെ ലെബനനിൽ നടന്ന യുദ്ധമായിക്കോട്ടെ, ഇതൊക്കെ തന്നെ നെതന്യാഹുവിന് തിരിച്ചടിയാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ആ തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ ഇപ്പം നിലവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഞാനത് ആ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇവിടെ വെക്കാം. ഇന്നലെ രാത്രിയത്തെ എമർജൻസി മീറ്റിംഗ് കഴിഞ്ഞ പാടെ ട്രംപ് എഴുതിയ പോസ്റ്റാണ്, ഫസ്റ്റ് പോസ്റ്റ്. അതായത് ഇസ്രായേൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ പ്രധാനമായിട്ടും എക്കാലത്തും അമേരിക്കയുടെ മികച്ച അലയാണെന്നുള്ളത് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഒരു രാജ്യങ്ങളെയും പോലെ അല്ല ഇസ്രായേൽ എന്നുള്ള ഒരു തിരിച്ചറിവ് ട്രംപിന് വന്നതാണ് ട്രംപ് ഇവിടെ എഴുതി കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം ദേ ആർ കറേജിയസ്, ലോയൽ, ബോൾഡ്, സ്മാർട്ട് ആണെന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ അവർക്കറിയാം യുദ്ധം എങ്ങനെ വിജയിക്കണം എന്നുള്ളത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നും കൂടി എഴുതി ചേർക്കുന്നുണ്ട്. പിന്നെ അവർ മറ്റുള്ളവരെ പോലെ വ്യത്യസ്തമായ സ്വഭാവ ശൈലികൾ കാണിക്കാറില്ല. അവർ ഡയറക്റ്റായിട്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് ആണ് അമേരിക്കയുമായിട്ട് ഇസ്രായേലിനുള്ളത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവർക്കറിയാം എങ്ങനെ ഫൈറ്റ് ചെയ്യണം, അവർ ഹാർഡ് ഫൈറ്റേഴ്സ് ആണ്, അതേപോലെ വിജയിക്കാനും അവർക്കറിയാം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇസ്രായേലിനെ പ്രശംസിച്ചുകൊണ്ട് ഈ തീരുമാനങ്ങൾ ഇസ്രായേലിൻ്റെ വഴിക്ക് വിടുന്നതായിട്ടുള്ള ഒരു ശൈലി ഈ ട്വീറ്റിൽ എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ഗുഡ് ന്യൂസുമായിട്ട് അമേരിക്ക വരുന്നുണ്ട്, അവരെ രക്ഷിക്കാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ടെറർ റെജീമിന്റെ കയ്യിൽ നിന്നും, അതായത് IRGCയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വരും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകൾ തികച്ചും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ അമേരിക്ക റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് എടുത്ത് പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇത് അടുത്ത വാർ 2.0 തുടങ്ങാനുള്ള പദ്ധതിയാണെന്നാണ് ഞാൻ ഇത് കണക്കാക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡീഗോ ഗാർസിയയിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രവർത്തികൾ. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ റെഡി ടു അറ്റാക്ക് മോഡിലാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ലെബനന്റെ ഉള്ളിൽ ഇന്നലെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലെബനന്റെ ഉള്ളിൽ നിരവധി ഏരിയകളിൽ ഹിസ്ബുള്ളകൾ മൈനുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇന്നലെ സദൻ ലെബനന്റെ ഉള്ളിലേക്ക് തിക്കും തിരക്കുമായിരുന്നു. അവിടെ വീടുകളൊക്കെ ഇസ്രായേൽ അടിച്ച് പൊട്ടിച്ച് പാളിസാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കയറി വന്നിട്ട് ഇവർ എവിടെ താമസിക്കാനാണ്? അപ്പൊ അങ്ങനെ താമസിക്കാനല്ല ഇവർ വന്നത്. അവിടെ പൊതുജനങ്ങൾ ആര് ഹിസ്ബുള്ള ആരെന്ന് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. ആ സാഹചര്യത്തിൽ ഇവര് പൊതുജനങ്ങളുടെ ഇടയിൽ കൂടെ കയറി വന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം, ഈ സദൻ ലെബനാനിൽ നിരവധി ഏരിയകൾ അവര് മൈൻ കുഴിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. ഒരു ഇസ്രായേലി സോൾജർ ഒരു മൈൻ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ കൃത്യമായിട്ട് ആ ഏരിയകൾ ടാർഗറ്റ് ചെയ്ത് അത് കണ്ടെത്തി അവിടെ ഇന്നലെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ജോസഫ് ആവോൻ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സീസ് ഫയർ നിലനിൽക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത് എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലെബനന്റെ ഉള്ളിലേക്കുള്ള വിഷയത്തിലേക്ക് ഞാൻ ഇടപെടില്ല, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യരുതെന്നും ഞാൻ പറയില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മീൻസ് വളരെ ക്ലിയർ കട്ട് സൈൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് അടുത്ത ഘട്ട യുദ്ധത്തിലേക്കുള്ള പോക്കാണെന്നാണ് നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക ചൈനയും റഷ്യയും കൂടി പ്രഷർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ റഷ്യയുടെ ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക ചൈനയും റഷ്യയും കൂടി പ്രഷർ ചെയ്യുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ സാങ്ഷൻസ് വേണമെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിത്തരാം, പക്ഷേ ഇറാനെ സഹായിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് രണ്ട് രാജ്യങ്ങൾക്കും അയച്ചിട്ടുണ്ട് അമേരിക്ക. ഇനി ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ച് യൂറോപ്യൻസ് ഈ 40 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ 40 രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് ഒരു ചോദ്യം ഉയർത്തുകയാണ് ഇറാൻ. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ റഷ്യയുടെ എണ്ണക്കപ്പലുകളെ പിടിച്ചെടുത്തു, സീസ് ചെയ്തു, പലതരത്തിലുള്ള സാങ്ഷൻസ് ഉണ്ടാക്കി, ഇതെല്ലാം നിങ്ങൾ നടപ്പിലാക്കി, ഇതെല്ലാം നിങ്ങൾ ഇന്റർനാഷണൽ വാട്ടർ സോണിൽ വരെ നിങ്ങൾ കപ്പലുകളെ പിടിച്ചെടുക്കുകയുണ്ടായി. ഇതിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സാങ്ഷൻ നിങ്ങൾ UN അപ്രൂവ് ചെയ്ത് വാങ്ങിച്ച സാങ്ഷൻ ആണോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സാങ്ഷൻസ് ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെ ഇന്റർനാഷണൽ വാട്ടർ സോണിൽ കടന്നു കയറാമെങ്കിൽ ഇറാനും അത് ചെയ്യാം. ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കയറി വരും, അപ്പം നമുക്ക് നോക്കാം അവിടെ വെച്ച് എന്നുള്ള ഒരു താക്കീതും കൊടുത്തിട്ടുണ്ട് ഇറാൻ. അപ്പം ഇതിനെ തുടർന്ന് ഇസ്മായിൽ ഖാനി മൊസാദിന്റെ ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ ഇറാന്റെ ഉള്ളിൽ തന്നെ ഫേക്ക് ന്യൂസിൽ പെട്ട് കിടക്കുന്ന ആളാണ്. അയാൾ മൊസാദിന്റെ ഏജന്റ് ഒന്നുമല്ല, ശരിക്കും IRGCയുടെ വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഈ ഇസ്മായിൽ ഖാനി ഒരു എക്സ്പീരിയൻസ്ഡ് കമാൻഡറും കൂടിയാണ്. അയാൾ ബാഗ്ദാദിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ട് ഒരു സമാധാന ചർച്ച, അത് എന്ത് തരത്തിലാണെന്ന് നമുക്കറിയില്ല, ഇറാഖിൽ വെച്ചിട്ട് ഒരു ചർച്ച ഇസ്മായിൽ ഖാനി നടത്താൻ പോകും. അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി റിവീൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വാർത്തയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അങ്ങനെ കമലാ ഹാരിസ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള കമലാ ഹാരിസ് അമേരിക്കയിൽ നിന്ന് പറയുകയാണ്, ട്രംപ് വീണ്ടും നെതന്യാഹുവിന് വേണ്ടിയിട്ട്, അതായത് ഇസ്രായേലിന് വേണ്ടിയിട്ട്
യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് കമലാ ഹാരിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ഓയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം? അമേരിക്കയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അമേരിക്കയാണ്. പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഗെയിൻ ആവുന്നത്? ഇസ്രായേലിൻ്റെ ഗെയിനേ അല്ല. ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ തിയറി, ഇസ്രായേലിൻ്റെ ഗെയിൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഫേക്ക് നറേറ്റീവ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. നിലവിൽ ഇന്ത്യ ശരിക്കും ഇറാൻ്റെ അംബാസഡറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്, താക്കീത് കൊടുത്തിട്ടുണ്ട്. എന്തിന് പെർമിഷൻ കൊടുത്ത ഇന്ത്യൻ ഷിപ്പിന് നേരെ വെടിയുതിർത്തത്? ഇതിനുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഇറാൻ കൊടുക്കേണ്ടതാണ്. ഇറാനും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്ക് കുറച്ച് ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഷിപ്പ് 2 അവർ സീസ് ചെയ്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സിനെ അവർ റിലീസ് ചെയ്യാൻ മടി കാണിച്ചിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചബഹാർ പോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. ഇങ്ങനെ പല വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കുറച്ച് നോർമലൈസ് ചെയ്ത് വരികയായിരുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ ഇന്ത്യയുമായിട്ട് ഇച്ചിരി മയപ്പെട്ട തരത്തിലാണ് പെരുമാറിയത്. പക്ഷെ വീണ്ടും ഇപ്പം പാകിസ്ഥാന്റെ ഷിപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ട് ഇന്ത്യൻ ഷിപ്പുകൾക്ക് നേരെ വെടിവെക്കുന്ന ഇറാൻ IRGC ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് കൃത്യമായിട്ടുള്ള അസീം മുനീറിന്റെ വിസിറ്റും ഈ ഫണ്ടമെന്റലിസ്റ്റ് തിയറിയും ഈ ഭീകരവാദവും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇറാന്റെ IRGCയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടേതായിട്ടുള്ള തീരുമാനമെടുക്കണം. കാരണം ഇന്ത്യ ശരിക്കും യൂറോപ്യൻ സബ്മിറ്റ്, അതായത് പാരീസിൽ വെച്ച് നടത്തിയ 40 രാജ്യങ്ങളുടെ കൂട്ടായ്മ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ കൂട്ടായ്മയാണ് പാരീസിൽ വെച്ച് നടത്തിയത്. അതിൽ ഇന്ത്യ പങ്കെടുത്തതിനെ തുടർന്ന് ഇറാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണോ എന്നും കൂടി നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ തികച്ചും ലെബനാൻ ഒരു സിവിൽ വാറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സിവിൽ വാറിലേക്ക് അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ശരിക്കും ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ റൈവലറി അവിടെ ഉണ്ട്. ഈ പൊളിറ്റിക്കൽ റൈവലറി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, യുദ്ധം നിർത്തിയപ്പോൾ ലിക്വിഡ് പാർട്ടിക്കെതിരെ, നെതന്യാഹു സർക്കാരിനെതിരെ, നെതന്യാഹുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ലയൺ റോയറിംഗ് അല്ല, പൂച്ചയുടെ മ്യാവ് ആണ് എന്നുള്ള രീതിയിലൊക്കെ മോക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇതാ യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം വരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു പ്രൊട്ടസ്റ്റ്, അതായത് യുദ്ധം തുടങ്ങരുത്, ഞങ്ങൾ ബങ്കറിന്റെ ഉള്ളിൽ ഇരുന്ന് മടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ടീമുകൾ ഒരു ബാനറുമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇറാനാണെന്നുണ്ടെങ്കിൽ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ കൈമാറില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത്രയും നാളും യുറേനിയം ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾ എൻറിച്ച്മെന്റ് നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ഇന്ന് ഓപ്പൺ ആയിട്ട് പറയുകയാണ് എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറില്ല. ഇവിടെയാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ജസ്റ്റിഫിക്കേഷൻ കുറച്ചെങ്കിലും അമേരിക്ക ചെയ്യുന്ന ഒരു ആക്രമണത്തിലോട്ട് മാറിപ്പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ഇറാനെ ഒരു വിക്റ്റിമായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നു എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി ആ വിക്റ്റിം കാർഡ് മാറുകയാണ്. കാരണം യുറേനിയം നിങ്ങളുടെ പക്കലുണ്ട്, എൻറിച്ച്ഡ് യുറേനിയം, അതും ഹൈലി എൻറിച്ച്ഡ് യുറേനിയം നിങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതിനെ തെളിയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതും ഗാലിബാഫ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യാണ്, യുറേനിയം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഞങ്ങൾ തരാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് അമേരിക്കയും ഇസ്രായേലും ഭയക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്നത് പോലെ ഇവരുടെ കയ്യിൽ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്, അത് ആണവായുധം ഉണ്ടാക്കാനുള്ള ആ കൃത്യമായിട്ടുള്ള പോയിന്റിൽ എത്തിച്ച യുറേനിയം ആണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യുറേനിയം ഇനി തരില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് യുദ്ധം വീണ്ടും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ പല ഫാക്റ്റുകൾ യുദ്ധം മുന്നോട്ട് പോകാനുള്ള പോസിറ്റീവ് നോട്ടാണ് കാണിക്കുന്നത്. യുദ്ധം നടക്കണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല, നടക്കുന്ന ഫാക്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പലരും വന്നിട്ട് യുദ്ധം അവസാനിച്ചാൽ മതി, നിങ്ങൾക്ക് യുദ്ധക്കൊതിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യുദ്ധക്കൊതിയനൊന്നുമല്ല, ഞാൻ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ വിശദമായിട്ടുള്ള എലോബറേറ്റഡ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് ആണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.